കുഞ്ഞെ, നീ എവിടെ പോകുവാ? ഞാൻ ആരുടെയും കുഞ്ഞൊന്നുമല്ല. ഞാൻ എന്റെ കാര്യങ്ങളിൽ സ്വാർത്ഥനാണ്. ഇപ്പോൾ നോക്കിക്കോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന്. ബ്ലൂലാൻഡ് കാട്ടിൽ മിൻകി എന്നു പേരുള്ള ഒരു മൈന താമസിച്ചിരുന്നു. ഒരിക്കൽ മിൻകി 2 മുട്ടയിട്ടു. അതിനെ പൊന്നുപോലെ നോക്കാനും തുടങ്ങി. അവളുടെ മരത്തിന്റെ അടുത്തു തന്നെ ടീനു പക്ഷിയും തന്റെ ചെറിയ കുട്ടികളോടൊപ്പം താമസിച്ചിരുന്നു. അതെ മിൻകി പെങ്ങളെ, ഞാൻ പെട്ടെന്ന് കുളത്തിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. അതുവരെ എന്റെ മക്കളെ നോക്കിക്കൊള്ളാമോ? ആ നീ പേടിക്കാതെ പോയി വരൂ. ടീനു പക്ഷി അവിടെ നിന്നും പോയിട്ട് 1 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് അവിടേക്ക് ഒരു വേട്ടക്കാരൻ വന്നു. കൊള്ളാം, ഇന്ന് ടീനുവിന്റെ കുഞ്ഞിനെ മോഷ്ടിക്കാനുള്ള അവസരം കിട്ടി. ഇതിനെ പിടിച്ച് ചന്തയിൽ നല്ല വിലക്ക് വിൽക്കാം. എടാ ദുഷ്ടാ, പോയി ഇവിടുന്ന്. മിൻകി വേഗം പറന്ന് ടീനുവിന്റെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. പിന്നെ വേട്ടക്കാരനെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എടാ വേട്ടക്കാരാ, ഞാനുള്ളപ്പോൾ ഇവളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്നും പോ. നീ എന്തിനാ ഇടയിൽ കയറുന്നത്? നിന്നെയും ഞാൻ ചാക്കിലാക്കി കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞ് വേട്ടക്കാരൻ മിൻകിയുടെ അടുത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വന്നു. അങ്ങനെ വേട്ടക്കാരന്റെ മുടിയിൽ തീപിടിച്ചു. അയ്യോ ദൈവമേ! വേട്ടക്കാരൻ കത്തുന്ന മുടിയുമായി അവിടെ നിന്നും ഓടിപ്പോയി. മിൻകി കണ്ടു, കുറച്ചു ദൂരെയായി ഒരു ദേവത നിൽക്കുന്നത്. നന്ദി മാലാഖേ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ വേട്ടക്കാരൻ ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമായിരുന്നു. ഞാൻ ഇതുവഴി വരികയായിരുന്നു. നീയപ്പോൾ ആപത്തിൽ നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ നീ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ ധൈര്യമായി ഒരു കാര്യം ചെയ്തു. അതിൽ സന്തോഷവതിയായി നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ മാലാഖേ. ആ മുട്ട അത് നിന്റേതല്ലേ? അങ്ങനെ പറഞ്ഞ് മാലാഖ മാന്ത്രിക വടി കൊണ്ട് മായാജാലം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുട്ടകളിൽ നിന്നും കുട്ടികൾ വരും. അതിലൊരാൾക്ക് എന്തു വേണമെങ്കിലും മായ്ച്ചു കളയാനുള്ള ശക്തി കാണും. മറ്റേ കുഞ്ഞിന് വെള്ളം വരുത്താനുള്ള ശക്തിയും കാണും. 2 പേരെയും നിന്നെ പോലെ ദയാലുവും എല്ലാവരെയും സഹായിക്കാനും പഠിപ്പിക്കണം. താങ്കൾക്ക് ഒരുപാട് നന്ദി മാലാഖേ. നീലമാലാഖ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ദിവസങ്ങൾക്കു ശേഷം മുട്ടയിൽ നിന്നും 2 കുഞ്ഞുങ്ങൾ വന്നു. എന്റെ 2 പൊന്നുമക്കളെ. മിൻകി ഒരു തത്തയുടെ പേര് ചിങ്കുവെന്നും മറ്റേതിന് മോണ്ടുവെന്നും പേരുവച്ചു. പതുക്കെ 2 പേരും വളർന്ന് പറക്കാനും പഠിച്ചു. ഒരു വൈകുന്നേരം ചിങ്കു പറന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ആപ്പിൾ കണ്ടു. അതൊരു അണ്ണാറക്കണ്ണൻ കഴിക്കുകയായിരുന്നു. അണ്ണാനേ, നീ വേഗം ഈ ആപ്പിൾ കളഞ്ഞേക്ക്. അത് എനിക്ക് തിന്നണം. പക്ഷേ ഞാനിത് എന്തിനു കളയണം? അതെയോ, ഇന്നാ പിടിച്ചോ. ചിങ്കുവിന്റെ ചുണ്ട് ചുമക്കാൻ തുടങ്ങി. അവൻ എപ്പോൾ ആ ആപ്പിളിൽ കൊത്തിയോ, ആ ആപ്പിൾ മാഞ്ഞുപോയി. അയ്യോ, നീ ഇതെന്താ ചെയ്തത്? നീ ഞാൻ ആരാണെന്നുള്ളത് മറന്നുപോയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത് മായ്ച്ചു കളഞ്ഞത്. ഇത് പറഞ്ഞ് ചിങ്കു അവിടെ നിന്നും പോയി. പാവമണ്ണാറക്കണ്ണൻ കരഞ്ഞുകൊണ്ടേ നിന്നു. ഒരു വൈകുന്നേരം ചോട്ടുമാൻ കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു മരം അവന്റെ മുകളിൽ വീണു. അയ്യോ, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കേ! അവന്റെ ശബ്ദം കേട്ട് കരിമ്പുലി, ജിറാഫ്, സീബ്ര പിന്നെ കുറുക്കനും അവിടേക്ക് വന്നു. പക്ഷെ മരം മാറ്റാനായി ആർക്കും പറ്റിയില്ല. ഈ മരത്തിന് നല്ല ഭാരമുണ്ട്. നിന്നെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ചങ്ങാതി. ഓ, ഇതെടുത്ത് മാറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അപ്പോൾ മോണ്ടു അവിടേക്ക് വന്നു. അവൻ അവന്റെ ചുണ്ടിന്റെ മായാജാലം കൊണ്ട് ഒരുപാട് വെള്ളം വരുത്താൻ തുടങ്ങി. വെള്ളത്തിന്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. അതുകാരണം മാനിന്റെ താഴെയുള്ള മണ്ണെല്ലാം ഒലിച്ചു പോകാനായി തുടങ്ങി. അങ്ങനെ മാനും എളുപ്പത്തിൽ മരത്തിന്റെ അടിയിൽ നിന്നും വെളിയിൽ വന്നു. അതിനിടയിൽ ചിങ്കും അവിടേക്ക് പറന്നു വന്നിരുന്നു. മണ്ടുകുഞ്ഞേ, നീ വളരെ നല്ല കുട്ടിയാ. ഇവൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. എന്നാൽ മറ്റവൻ ചിങ്കു അവന്റെ ചുണ്ടുകൊണ്ട് എല്ലാം മായ്ച്ചു കളഞ്ഞ് എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നു. ചിങ്കു, നിന്റെ കയ്യിലുള്ള ഈ ശക്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്, അവരെ ബുദ്ധിമുട്ടിക്കാനല്ല. നിന്റെ ചേട്ടൻ മോണ്ടുവിനെ കണ്ടുപഠിക്ക്. അവനവന്റെ കടമ ചെയ്യുന്നു. എന്നാൽ നീയോ എന്റെ തല താഴ്ത്താനാണ് നോക്കുന്നത്. ചിങ്കു മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ എല്ലാം അവൻ തലതിരിച്ചു ചെയ്യും. അവന്റെ ദേഷ്യവും അപ്പോൾ ഒരുപാട് കൂടി. അവൻ വേഗത്തിൽ അവിടെ നിന്നും പോയി. കുഞ്ഞെ, നീ എവിടെ പോകുവാ?
ഞാൻ ആരുടെയും കുഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ സ്വാർത്ഥനാണ്. ഇപ്പോൾ നോക്കിക്കോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന്. ചിങ്കു തന്റെ ചുണ്ട് തിളക്കി. പിന്നെ ആ കാട്ടിലുള്ള എല്ലാ മരങ്ങളെയും അവന്റെ ചുണ്ടുകൊണ്ട് കൊത്താനും തുടങ്ങി. അവൻ ഏതൊക്കെ മരത്തിൽ കൊത്തുന്നോ മരമെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങി. ഓ, ആരെങ്കിലും നിർത്തൂ അവനെ. ചിങ്കു ഈ കാടിന്റെ കഥ കഴിക്കുവാണ്. ചിങ്കു, നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. കുറച്ചു നേരത്തിനുള്ളിൽ പകുതിയോളം കാട് മൈതാനമായി മാറി. നിലവും കാലിയായി മാറി. ഇത് കണ്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും ആശങ്കയിലായി. ചിങ്കുമോനെ, നീ എന്തായി ചെയ്തത്? കാടിന്റെ ഈ അവസ്ഥ കണ്ട് എല്ലാ മൃഗങ്ങളുടെയും കണ്ണു നിറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് വേട്ടക്കാരൻ വന്നു. അയ്യോ, ഇതെന്താ? ഇവിടെ ഉണ്ടായിരുന്ന പകുതി കാടവിടെ. എന്തായാലും നന്നായി. നഗരത്തിലെ മുതലാളിയെ വിളിച്ചുകൊണ്ടുവരാം. ഇവിടെ അങ്ങേര് ഫാം ഹൗസ് ഉണ്ടാക്കട്ടെ. അത് ഞാൻ നോക്കി നടത്താം. അങ്ങനെ ദിവസവും കാട്ടിലെ മൃഗങ്ങളെ പിടികൂടി അവറ്റകളെ നഗരത്തിൽ വിൽക്കുന്ന പണിയും നല്ലതുപോലെ ചെയ്യാം. മിങ്കി, ഇനി നമുക്ക് ഈ കാട്ടിൽ താമസിക്കാൻ പറ്റില്ല. നിന്റെ മകൻ ഈ കാടിന്റെ കഥ തന്നെ തീർത്തു. പിന്നെ ഇപ്പോൾ ഈ വേട്ടക്കാരനും. ചിങ്കുമോനെ, നിന്റെ ഈ ക്രൂരത എത്ര മൃഗങ്ങളെയും പക്ഷികളെയും ബാധിച്ചത്. നീ ജീവനോടെ ഉള്ളിടം വരെ ഈ മൃഗങ്ങളുടെ എല്ലാം ശാപം നിനക്കുണ്ടായിരിക്കും. നോക്കിക്കോ. ചിങ്കു അപ്പോഴെന്തോ ചിന്തിച്ചു. അപ്പോൾ വേട്ടക്കാരൻ തന്റെ ഒപ്പം ഒരു ആളെയും കൂട്ടി അവിടേക്ക് വന്നു. ഹടി സക്കേ, ഈ കാട് മൈതാനമായി മാറിയല്ലോ. ഈ കാട് നല്ലതുപോലെ വൃത്തിയാക്കി ഇതിൽ നമ്മുടെ ഫാം ഹൗസ് ഉണ്ടാക്കാം. ആ, അത് ഞാൻ നോക്കി നടത്താം. ആഹാ, നീ തന്നെ നോക്കണം. ആരെങ്കിലും ഇവിടേക്ക് പിക്നിക്കിനൊക്കെ വന്നാൽ അവരെ നമ്മുടെ ഫാം ഹൗസിൽ താമസിപ്പിക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് പണവും കിട്ടും. പെട്ടെന്ന് ചിങ്കു അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഈ കാട്ടിൽ ഒരു ഫാം ഹൗസും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാനൊരു സൂത്രം കാണിക്കാം. ചിങ്കു അവരുടെ കാറിൽ തന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയപ്പോൾ അത് മാഞ്ഞുപോയി. ഹാടി സക്കേ, ഈ തത്ത നമ്മുടെ ജീപ്പ് എങ്ങനെ മായ്ച്ചു കളഞ്ഞു? നിങ്ങൾ ഇനിയും ഇവിടെ നിന്നാൽ നിങ്ങളെയും ഞാൻ മായ്ച്ചു കളയും. നീ എന്നെ ഇവിടേക്ക് പണക്കാരനാക്കാൻ കൊണ്ടുവന്നതാണോ അതോ മായ്ച്ചു കളയാൻ കൊണ്ടുവന്നതാണോ? നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? നിൽക്ക്. ഇത് കേട്ട് അവർ രണ്ടുപേരും വളരെ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. ഹാടി സക്കേ, ഞങ്ങൾ ഇനി ഇവിടേക്ക് വരികയില്ല. ഞാനും വരില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടിപ്പോയി. അമ്മേ, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. ഇവരുടെ എല്ലാം ശാപം കൊണ്ട് എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. നിങ്ങളാണ് എനിക്കത് തെളിയിച്ചു തന്നത്. ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല ചിങ്കു, എല്ലാം കഴിഞ്ഞു പോയില്ലേ. അമ്മേ, ഞാൻ ഈ കാടിന് എത്രത്തോളം നഷ്ടമാണ് വരുത്തിയത്. ഇത് വീണ്ടും പച്ചപ്പുള്ളതാക്കി ഞാൻ തന്നെ മാറ്റും. പെട്ടെന്ന് മാലാഖയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഇതൊക്കെ എന്താണ്? ചിങ്കു തന്റെ ക്രൂരതയെക്കുറിച്ച് മാലാഖയോട് എല്ലാം പറഞ്ഞു. നീ നിന്റെ ശക്തി തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ചിങ്കു. എനിക്ക് തെറ്റുപറ്റി. ഞാൻ ആ വേട്ടക്കാരനെ ഓടിച്ച് പകുതിയോളം കാട് രക്ഷപ്പെടുത്തി. പകുതി താങ്കൾ രക്ഷിക്കണം. നീ ചെയ്തതിൽ നിനക്ക് പശ്ചാത്താപമുണ്ടോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞ് മാലാഖ മാന്ത്രിക വടികൊണ്ട് കാട്ടിലെ എല്ലാ സ്ഥലങ്ങളും മൈതാനമായി മാറിയില്ലേ, അതെല്ലാം പച്ചപ്പുള്ളതാക്കി മാറ്റി. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി. അരേ വാ, ഏ ഹേ! ഞാൻ പോകുന്നു. നിന്റെ ശക്തികളൊക്കെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം ചിങ്കു. നന്ദി നീലമാലാഖേ. ഇത് കേട്ടതും മാലാഖ അവിടെ നിന്നും പോയി. അന്നു മുതൽ ചിങ്കു തന്റെ ശക്തികളെല്ലാം നല്ലതിനു വേണ്ടി ഉപയോഗിച്ചു. അവൻ കാടിന്റെ രക്ഷകനായും മാറി. ജിറാഫേ, ഞങ്ങളെ കണ്ടു നീ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നേ. അതെ, അതിനെന്താ? ഇത് കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ആർക്കും ഇത് പറിക്കാൻ പറ്റുന്നില്ല. നിനക്ക് നല്ല ഉയരമുണ്ട്, പിന്നെ കഴുത്തും നീണ്ടതാ. നീ ഈ കാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നിനക്കിത് കഴിക്കാൻ പറ്റി. സത്യത്തിൽ അതെന്റെ ഭാഗ്യമല്ലേ? ദൂരെ ഒരു കാട്ടിൽ വലിയൊരു നീണ്ട മരമുണ്ടായിരുന്നു. ഇതിലൊരു ഫലമുണ്ടാകും. അതിന്റെ പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ കാണാൻ വളരെ വ്യത്യസ്തമായ ഒരു രൂപമായിരുന്നു. അതിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മരം നീണ്ടതായതുകൊണ്ട് തന്നെ ആർക്കും അതിനെ എത്തിപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം കാട്ടിൽ ജിറാഫ് വന്നു. അതിന് ഭയങ്കര വിശപ്പായിരുന്നു. കുറച്ചു ദൂരം അലഞ്ഞിരിഞ്ഞു നടന്നപ്പോ
അങ്ങ് ദൂരെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം കണ്ടു. എന്നിട്ട് അവൻ ഓടി അതിന്റെ അടുത്തെത്തി. ഇത് കൊള്ളാമല്ലോ. ഇതുപോലൊരു പഴം ഇതിനു മുമ്പേ കണ്ടിട്ടില്ല. ഇതിന്റെ രുചി ഒന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ ഡ്രാഗൺ ഫ്രൂട്ടിനെ അമ്മക്കെന്ന് വയറ്റിലോട്ടാക്കി. ആഹാ, ഇതിന് നല്ല മധുരം ഉണ്ടല്ലോ. കൊതിയായിട്ട് പാടില്ല. അവൻ നല്ല രസത്തോടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. അങ്ങനെ 3 ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചപ്പോ തന്നെ അവന്റെ വയറ് നിറഞ്ഞു. അപ്പോഴവൻ കണ്ടത് അവന്റെ അടുത്തേക്ക് ആന, കരടി, മാൻ, കൊരങ്ങൻ, പിന്നെ കാട്ടുപൂച്ചയും വരുന്നതായിട്ട്. ജിറാഫേ, ഞങ്ങള് കണ്ടു നീ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നേ. അതെ, അതിനെന്താ? ഇത് കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത് കഴിക്കണമെന്നുണ്ട്. പക്ഷേ ആർക്കും ഇത് പറിക്കാൻ പറ്റുന്നില്ല. നിനക്ക് നല്ല ഉയരമുണ്ട്, പിന്നെ കഴുത്തും നീണ്ടതാ. നീ ഈ കാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നിനക്കിത് കഴിക്കാൻ പറ്റി. സത്യത്തിൽ അതെന്റെ ഭാഗ്യമല്ലേ? ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരോ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു തരണം. ഞങ്ങളും അറിയട്ടെ ഇതിന്റെ രുചി എന്താന്ന്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറിച്ചു തന്നാൽ ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വന്ന് ഇവിടെ വരി വരിയായി നിൽക്കും. പിന്നെ ഈ പഴം അങ്ങ് തീരും. കാരണം ഇതിന് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ടേ ഞാൻ മാത്രം ഇത് കഴിച്ചാൽ മതി. നിങ്ങളിത് കഴിക്കുന്ന കാര്യം അങ്ങ് മറന്നേക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിറാഫ് അവിടെ നിന്ന് പോയി. ബാക്കി മൃഗങ്ങളും വിഷമിച്ച് മുഖം വീർപ്പിച്ച് അവിടെ നിന്ന് പോയി. ജിറാഫ് എന്നും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് അവന്റെ വിശപ്പ് അടക്കുമായിരുന്നു. അവൻ ആരോടും മിണ്ടുക പോലും ചെയ്യില്ല. അവൻ അവന്റെ ജീവിതം അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ തന്നെ നീക്കി. അങ്ങനെ 1 വർഷം കടന്നുപോയി. അവന് ചെറുതായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ കാലുകൾക്ക് ബലം കുറഞ്ഞു വരുന്നതായി. അതുകൂടാണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി കാട്ടിൽ ആരോ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അയ്യോ, എന്റെ വയറുവേദനിക്കുന്നേ. രാത്രിയിലെ നിശബ്ദതയിൽ അവന്റെ ഈ കരച്ചിൽ എല്ലാ മൃഗങ്ങൾക്കും കേൾക്കാമായിരുന്നു. പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ ശബ്ദം എവിടെന്നായിരുന്നു എന്ന്. രാവിലെ ആയപ്പോ എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലത്തു വന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഡോക്ടർ മുയലും വന്നു. കരച്ചിൽ രാത്രി തൊട്ട് കേൾക്കുന്നുണ്ടല്ലോ. വരൂ, നമുക്ക് നോക്കാം ആരായി കരയുന്നതെന്ന്. എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്ന് ആ ശബ്ദത്തിന്റെ അടുത്തോട്ട് പോയി. അവര് നോക്കുമ്പോഴേക്കും ജിറാഫ് തറയിൽ ഇരിക്കുകയായിരുന്നു. അതേ വേദനയിൽ പിടയുകയായിരുന്നു. ഈ ജിറാഫ് എപ്പോഴാ ഈ കാട്ടിൽ വന്നത്? ഇവൻ 1 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പറയൂ ജിറാഫ്, എന്താണ് നിന്റെ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഡോക്ടറെ, ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ കാലിലെല്ലാം നല്ല വേദനയുണ്ട്. പിന്നെ ശരീരമാകെ തളർന്നു പോകുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടറെ. ശരി, എന്ത് ഭക്ഷണമാ നീ കഴിച്ചത്? ഞാൻ 3 നേരം ഡ്രാഗൺ ഫ്രൂട്ടാ കഴിക്കുന്നത്. 3 നേരം ഡ്രാഗൺ ഫ്രൂട്ടോ? എന്തായി ചെയ്യുന്നേ? അതൊട്ടും നല്ലതല്ല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന് വളരെ മധുരമുള്ളതാണ്. ഇത് തന്നെ 3 നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ തുടർച്ചയായി 10 ദിവസം കഴിയുമ്പോൾ നിന്റെ ഷുഗർ ലെവൽ വളരെയധികം കൂടും. പക്ഷെ നീ ആണെങ്കിൽ ഇത് 1 വർഷം കഴിച്ചു. അതുതന്നെയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് പറ്റിയത് വലിയൊരു തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന്. ഇതിനുള്ള പരിഹാരം കാലിക്കാട്ടിലുള്ള ഗ്രീൻ ഫ്ലവർ ആണ്. ആ പൂക്കൾ വളരെ കയ്പുള്ളതാണ്. പക്ഷെ നീ അത് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് ശരിയാകും. പക്ഷേ എനിക്ക് 2 അടി പോലും നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? നീ വിഷമിക്കണ്ട, ഞങ്ങൾ പോയിട്ട് അത് പറിച്ചുകൊണ്ട് വരാം. നീ സുഖം പ്രാപിക്കും ജിറാഫേ. ഞാൻ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു തന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പൂക്കൾ എനിക്ക് പറിച്ചു തരും? നീയും ഈ കാട്ടിലെ അംഗമല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിന്നെ സഹായിക്കേണ്ടത്. ഇതും പറഞ്ഞ് എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് പോയി. ഇപ്പൊ ജിറാഫിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി വന്നു. അവൻ ചെയ്ത തെറ്റിന് കുറ്റബോധം കൂടി വന്നു. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് പഴയ ശത്രു ആയിരുന്ന ഹിപ്പോ അവൻ വന്നു. എടാ ജിറാഫേ, നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നതാ. ഇപ്പോ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ആകെ അവശനാ.
എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ജിറാഫ് എന്തെങ്കിലും പറയാൻ അതിനു മുൻപ് തന്നെ ഹിപ്പോ അവൻ ഒരു ഇടി കൊടുത്തു. അയ്യോ, നീ ചെയ്തത് ശരിയായില്ല ഹിപ്പോ. എനിക്ക് വയ്യാന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്ക് തീരെ വയ്യേ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടടാ കൂട്ടുകാരാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും അവിടേക്കെത്തി. ഡോക്ടർ മുയലിന്റെ കയ്യിൽ ഒരു ഗ്രീൻ ഫ്ലവർ ഉണ്ടായിരുന്നു. എല്ലാരും ഹിപ്പോയിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഹിപ്പോ, നീ എന്തിനാടാ ഞങ്ങളുടെ കൂട്ടുകാരനെ ഉപദ്രവിക്കുന്നേ? എന്താ പറഞ്ഞേ? കൂട്ടുകാരനോ? നിങ്ങൾ ഈ ദുഷ്ടനുമായിട്ടൊക്കെയാണോ കൂട്ടുകൂടുന്നേ? അതെ, ഞങ്ങളൊക്കെ ഇവന്റെ കൂട്ടുകാരാ. നിനക്ക് ഇടി വേണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് നിന്നെ ആകാശത്തിലൂടെ പറപ്പിക്കും. ഈശ്വര, ഇവൻ ഇത്രയും കൂട്ടുകാരോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഓടാതെ രക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിപ്പോ അവിടുന്ന് ഓടിപ്പോയി. ഇത് പിടിക്കൂ ജിറാഫ്, ഇത് കഴിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുയൽ അവന്റെ മുമ്പിലേക്ക് ഗ്രീൻ ഫ്ലവർ വെച്ചുകൊടുത്തു. ജിറാഫ് ആ ഫ്ലവർ കഴിച്ചു. അത് കഴിഞ്ഞപ്പോ എല്ലാവരും ജിറാഫിന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോ അവന്റെ വേദന പമ്പ കിടന്നു. അങ്ങനെ അവന്റെ കാലിൽ നിൽക്കാൻ പറ്റി. അയ്യോ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇനി എന്നോട് ചോദിക്കാം. എല്ലാ സഹായവും ഞാൻ ചെയ്യും. ഇത് കേട്ടപ്പോ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. എന്നിട്ട് ജിറാഫ് ഓരോ മൃഗങ്ങൾക്കും ഓരോരോ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു കൊടുത്തു. എല്ലാ മൃഗങ്ങളും നല്ല രസത്തോടെ തന്നെ അതിനെ തിന്നുകയും സന്തോഷിക്കുകയും ചെയ്തു. ആ, ഇത് നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ടല്ലോ. എങ്കിൽ ഇനിയും വേണേ നിങ്ങൾക്ക് ഞാൻ പറിച്ചു തരാം. വേണ്ട, ഇത് തന്നെ കൂടുതലാ. ഇനി കൂടുതൽ കഴിച്ചാൽ ഞങ്ങളും രാത്രി കിടന്ന് കൂവേണ്ടി വരും. ഇതും പറഞ്ഞിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.